അങ്ങനെ ഇതാ നമ്മൾ തിരിച്ചെത്തി. നമുക്ക് കോളിലേക്ക് പോകാം. അല്ല, കോള് വന്നില്ല, കോള് വന്നിട്ട് കേട്ടെ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കഥകളുടെ കൊട്ടാരമാണ്. വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പോൾ എന്തായാലും പെട്ടെന്ന് ചക്രക്കുട്ടികളെല്ലാം വിളിച്ചോളൂ. എല്ലാവരും ഇങ്ങനെ ഒരു വെക്കേഷന്റെ ആ ഒരു പിന്നെ എനിക്ക് തോന്നുന്നു ഇന്നലെ ഒരു പൂരമൊക്കെ കഴിഞ്ഞതിന്റെ ഒരു ക്ഷീണത്തിലൊക്കെ ആയിരിക്കും. എന്തായാലും ഒന്നും ഇങ്ങനെ ഞാൻ എന്റെ കമ്പല് ചെയ്തിട്ട് എന്താ പാടാനോ അങ്ങനൊന്നും പറയില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ട് എന്താണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ. അപ്പൊ അതേ നമ്മുടെ ഒരു ചക്രക്കുട്ടനാണോ ചക്രക്കുട്ടിയാണെന്നുണ്ട ഇല്ല, കോള് വരുന്നുണ്ട്, കോള് കട്ടാവുന്നുണ്ട്. അപ്പൊ എന്തായാലും പണ്ടുകാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു വെക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ കൂടുതലൊന്നും ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാതെ, കാരണം ഇവരിങ്ങനെ ഫുള്ള് പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് കൊണ്ട് കളിക്കാൻ മാത്രമുള്ളൊരു ടൈമായിരുന്നു അല്ലെ പണ്ട് കാലത്തൊക്കെ. അപ്പോൾ അപ്പൊ ദേണ്ട ഇവിടെ ഏതോ ഇങ്ങനെ ഒരു കോള് വരുന്നുണ്ട്, അല്ലെ കോള് വരുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്നും വിചാരിക്കല്ലോ കേട്ടോ. കുഞ്ഞുങ്ങളാണ് വിളിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. പറഞ്ഞ് നമുക്ക് സംസാരിക്കണ്ടേ, പേടിക്കൊന്നും വേണ്ട, ടെൻഷൻ അടിക്കാതെ വിളിച്ചോട്ടോ. അപ്പൊ എന്തായാലും മുന്നേ ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ കളിച്ച് ചിരിച്ച് അയൽപ്പക്കത്തും ഒക്കെ ആയിട്ട് കളിച്ച് ചിരിച്ചൊക്കെ നടക്കും. പക്ഷെ ഇന്നാണെങ്കിലോ അങ്ങനെ ഒരു കാലമേ അല്ല അല്ലേ. ഇന്നാണെങ്കിൽ എല്ലാവരും എനിക്ക് തോന്നുന്നു കൂടുതലും കുട്ടികൾ ഈ മൊബൈലിന്റെ ഒക്കെ ഒരു അഡിക്ഷനിലും ഒക്കെ ആയി നമ്മൾ ഈ കോവിഡ് വന്നതിന് ശേഷം. അപ്പോൾ മാക്സിമം നമ്മൾ കുട്ടികളെ അതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവധിക്കാലം നമുക്ക് എത്രത്തോളം ഗുണപരമായിട്ടും നമ്മളെ അവരെ ക്രിയേറ്റീവായിട്ടും ചെയ്യാനായിട്ട് ഉള്ള പ്ലാൻ ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ പാരന്റ്സ് എല്ലാം ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് അതിനെക്കുറിച്ചിട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ജൂൺ മുതൽ മാർച്ച് വരെ ഫുൾ ഇങ്ങനെ പഠിക്കുന്നതിന്റെ ഒക്കെ തിരക്കിലിരിക്കുന്ന ഈ കുട്ടികൾക്ക് അവർക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് എന്നുള്ള ഒരു അത് കണ്ടുപിടിച്ച് അതിന് കൂടുതൽ നമുക്ക് അതിന് പരിശീലനം കൊടുക്കാനും ഒക്കെ നമ്മൾ ഇപ്പോൾ ഉള്ള പാരന്റ്സ് കൂടുതൽ ഈ ഒരു ടൈം ഉപയോഗിക്കും അല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ പല സ്കൂളുകളില്, ക്ലബ്ബുകളില്, പിന്നെ പല ഈ കേന്ദ്രങ്ങളിൽ, പല കേന്ദ്രങ്ങളിലും ഒക്കെ ഇതുപോലുള്ള ഒരുപാട് വേനൽക്കാല ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ മാക്സിമം ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ വിടുന്നുണ്ട്. അത് പക്ഷെ നല്ലൊരു കാര്യമാണെന്നാണ് തോന്നുന്നത് അല്ലേ. അവർക്ക് കലാപരമായിട്ടും കായികപരമായിട്ടും ഒക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഇപ്പം എനിക്കൊന്നു കുട്ടികളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കിപ്പോൾ ആരോഗ്യത്തിനെ കുറിച്ച് ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, എല്ലാവർക്കും അതിനെക്കുറിച്ചിട്ട് അറിയാം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ആയോധന കലകളൊക്കെ അഭ്യസിച്ചാൽ കുഞ്ഞുങ്ങൾ കുഞ്ഞിലെ തന്നെ അവർ ആ ഒരു രീതിയിൽ അവരുടെ ശരീരം നല്ല ഉള്ളതും പിന്നെ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ചെറുതിലെ ശീലമാവും. അതാണ് കായികപരമായിട്ട്. അതുപോലെ തന്നെ കലാപരമായിട്ട് കഴിവുകളുള്ള ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അവരെയൊക്കെ നമ്മൾ അത്രത്തോളം കുഞ്ഞിലെ തന്നെ അവർക്ക് പരിശീലനങ്ങൾ കൊടുക്കുമ്പോൾ അവർക്ക് എത്ര ആയാലും മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ആ ഒരു കഴിവ് കൂടുതൽ നന്നായി വരികയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ പിന്നൊരു കാര്യമുണ്ട്, ഇതിലൊക്കെ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇത് ഭയങ്കര നല്ലതായിരിക്കും കുട്ടികൾക്ക്. അവർക്കിത് അവർ ഈ ഒരു ക്യാമ്പിലൊക്കെ പോയാലും അവരത് എൻജോയ് ചെയ്യും. അല്ലെങ്കിൽ ക്യാമ്പിൽ അല്ലെങ്കിൽ പോലും പുതുതായിട്ട് പഠിക്കാൻ പോയാലും അവരത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. പക്ഷേ അവർക്ക് അങ്ങനെ ഒരു ക്യാമ്പിൽ പോകുമ്പോൾ ഈ അവരുടെ അതേ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെയൊക്കെ ഫ്രണ്ട്സായിട്ട് കിട്ടുകയോ ഒക്കെ ചെയ്യും. പക്ഷേ ഇതുപോലെ വെറുതെ ടിവിയുടെയും അല്ലെങ്കിൽ മൊബൈലിന്റെയും മുന്നിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഇത് തന്നെയാണ് അല്ലെ. ഒരുപാട് കാര്യമുണ്ട്. ഇപ്പോൾ നീന്തൽ പഠിക്കാം, ചെസ് പഠിക്കാം, നൃത്തം, പാട്ട്, അതുപോലെ ഇൻസ്ട്രുമെന്റ്സ്, കമ്പ്യൂട്ടർ, ക്രാഫ്റ്റ്, ചിത്രരചന, കളരി, ഗുസ്തി, പിന്നെ ബോക്സിംഗ്, കിക്ക് ബോക്സിംഗ്, അങ്ങനെ ഒരുപാട്. അതുപോലെ പുതിയ ഭാഷ പഠിക്കാം. ഈ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് എല്ലാം പഠിച്ച് എടുക്കാൻ പറ്റുന്നത് അല്ലെ, പെട്ടെന്ന്. അങ്ങനെ ഇതിലെല്ലാം ഇവർക്ക് പരിശീലനം നേടാൻ പറ്റിയ ഒരു സമയമാണിത്. അതായത് ഒരു 2 മാസം അവരെ ചുമ്മാ വെറുതെ കളയാതെ, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിനനുസരിച്ചിട്ട് അല്ലെ, വെറുതെ കളയാതെ അവരെ നമ്മളത് പഠിപ്പിക്കുമ്പോൾ അവർക്ക് അത്രത്തോളം നല്ലതാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് എന്നാണ് ഇപ്പോഴത്തെ പാരന്റ്സ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയാണ് മിക്ക പാരന്റ്സും പെരുമാറുന്നത്. എങ്കിലും ഞാനിങ്ങനെ പൊതുവെ പറയുകയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെ ഒന്നും ചെയ്യാനില്ലാത്ത കുട്ടികളുണ്ട്. ഒന്നും ചെയ്യാൻ ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ചില കുട്ടികൾക്കാണെങ്കിൽ അവർക്കത് ബോറടിക്കും. അപ്പോഴാണ് അവർ ചിലപ്പോൾ പല മോശം കൂട്ടുകെട്ടുകളിലും ഒക്കെ ചെന്നുവിടാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും അധികം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എന്ത് കഴിവുകളാണുള്ളത്, അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ നമ്മൾക്ക് തന്നെ ചിലപ്പോൾ പാരന്റ്സ് ആ ഒരു കഴിവുള്ളവരായിരിക്കും, അവർക്ക് തന്നെ പഠിപ്പിക്കാനും ഒക്കെ പറ്റും അല്ലെ. അപ്പോൾ എന്തായാലും നമ്മുടെ കുട്ടീസൊക്കെ എവിടെ പോയി എന്ന് അറിഞ്ഞൂടാ. ഞാൻ കഴിഞ്ഞ വട്ടേ പറഞ്ഞു എല്ലാരും വിളിക്കാതിരിക്കുകയാണ്, ഞാൻ പിണക്കാണ്, അപ്പൊ ആരും വിളിക്കുന്നില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു തരാം.